So today we are going to discuss about analysis of AC series circuits. Okay, so നമ്മൾ അതിന് മുന്നേ അനാലിസിസിന് മുന്നേ some basic concept like concept of impedance, concept of phase difference and what is power factor. Okay, ഇതിനെ കുറച്ച് ടേംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? Different elements like resistive, capacitive and inductive. Okay, ആ എലമെന്റ്സ് ഒക്കെ സർക്യൂട്ടിൽ അറേഞ്ച് ആ ഒരു സർക്യൂട്ട് കണക്ഷൻ വരുന്ന സമയത്തുള്ള എ സി സർക്യൂട്ടിന്റെ അനാലിസിസ് ആണ്. ഓക്കെ, നമുക്ക് അനാലിസിസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എ സി സീരീസ് സർക്യൂട്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ബിഫോർ ദാറ്റ് സിംഗിൾ എലമെന്റ്സ് ഉള്ള സർക്യൂട്ട്സിന്റെ അനാലിസിസ് പഠിക്കണം. ദാറ്റ് ഈസ് ഇഫ് എ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് പ്യൂർലി റെസിസ്റ്റീവ് ഓർ only resistive element, okay, and only inductive element and only capacitive element. Okay, അങ്ങനെ മൂന്ന് കേസ് പഠിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? കോമ്പിനേഷൻ ഓഫ് ആർ എൽ, ആർ സി ആൻഡ് ആർ എൽ സി ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺസിഡർ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. Okay, purely resistive circuit. So purely resistive circuit in the sense എന്താണ്? ഒരു സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഷുഡ് ബി എ സി ആയിരിക്കും. ഓക്കെ, എ സി ആയിരിക്കും. പിന്നെന്താ? ഒരു റെസിസ്റ്റീവ് എലമെന്റ് മാത്രം ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ അനാലിസിസ് ഓഫ് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് ഡ്രോ ദിസ് ഫിഗർ. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം മസ്റ്റ് ആയിട്ട് വരയ്ക്കാം. പിന്നെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വരക്കും, ഒരു സർക്യൂട്ട് വരച്ചു, റെസിസ്റ്റൻസ് മാത്രം, ഒരു റെസിസ്റ്റീവ് എലമെന്റ് മാത്രം കാണിച്ചു, കറണ്ട് ഫ്ലോയിങ് ആയി കാണിച്ചു. ദെൻ ഇവിടെ വി വോൾട്ടേജ്, ദാറ്റ് ഈസ് വോൾട്ടേജ് സോഴ്സ് ഡി സി കാണിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? എ സി സർക്യൂട്ട്സിന്റെ കേസാണ് പറഞ്ഞത്. സോ എ സി വോൾട്ടേജ് സോഴ്സ് വരയ്ക്കണം. എൻ്റെ വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. എ സി വേവ് ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് by using this equation, that is V is equal to Vm sin omega t. Okay, so first of all ഈ സർക്യൂട്ട് വരയ്ക്കാം. സിമ്പിൾ ആണ് അല്ലേ? ഇത് എന്ത് ചെയ്യാം? നമുക്കറിയാം the voltage applied across the circuit can be given by using an equation, that is V is equal to Vm sin omega t. This is the equation. Okay, AC wave ഫോമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്. So V is equal to Vm sin omega t. Okay, then we have to find വാല്യൂ ഫോർ കറണ്ട്. ഓക്കെ, ഈ അനാലിസിസ് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജ്, കറണ്ട് ആൻഡ് പവർ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, വോൾട്ടേജ് വാല്യൂ കണ്ടുപിടിക്കണം, കറണ്ട് വാല്യൂ കണ്ടുപിടിക്കണം, ആൻഡ് പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ by using Ohm's law we can write what? I is equal to V by R. നമുക്കറിയാം അല്ലേ, ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. ഓക്കെ, വാട്ട് ഈസ് വി? വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അത് ഓൾറെഡി നമ്മൾ എടുത്തൊരു വാല്യൂ ആണ്. വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഐ ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, സോ അതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വി ക്യാൻ ടേക്ക് Vm by R is equal to capital Im. That is the peak value of current. Okay, Vm by R നമുക്ക് capital Im എടുക്കാം. Okay, so ഈ വാല്യൂ എന്ത് ചെയ്യാം? നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we will get small I is equal to capital Im into sin omega t. Okay, this is the third equation, and which is the equation for representing current waveform in a purely resistive circuit. Okay, so I is equal to V by R. So instead of V, we can write Vm sin omega t. So Vm sin omega t by R, and we are taking Vm by R as capital Im. Okay, so substitute here. So I is equal to Im into sin omega t, where Im is Vm by R. Okay, so നമുക്ക് ഇവിടെ കറണ്ട് വോൾട്ടേജിന്റെ റെപ്രസെന്റേഷൻ ഓൾറെഡി നമ്മൾ എടുത്തു. then അത് വെച്ച് കറണ്ട് റെപ്രസെന്റേഷനും കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ പവർ വാല്യൂ കാണാം. നിങ്ങളുടെ അനാലിസിസ് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സർക്യൂട്ട് വരയ്ക്കുക. ദെൻ വോൾട്ടേജ് എക്സ്പ്രഷൻ, കറണ്ട് എക്സ്പ്രഷൻ എഴുതുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ വേവ് ഫോമും ഫേസർ ഡയഗ്രാമും വരക്കണം. ഓക്കെ, അത് മസ്റ്റായിട്ട് വരക്കണം. അപ്പം റെസിസ്റ്റീവ് സർക്യൂട്ട്സ് ആണെങ്കിൽ പറഞ്ഞു എന്താണ്? വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ആണ്. ഓക്കെ, വോൾട്ടേജ് ആൻഡ് കറണ്ട് വേവ് ഫോമിൻ്റെ മാക്സിമം പീക്ക് വാല്യൂ എത്തുന്നതും അതിൻ്റെ സീറോ ക്രോസ് ഓവർ പോയിന്റ് എത്തുന്നതും ഒക്കെ അറ്റ് ദ സെയിം ടൈം ആണ്. ഓക്കെ, ദേ ആർ ഇൻ ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്?
കുട്ടികളാണോ? ഹലോ. So here നമുക്ക് നോക്കിയാൽ മനസ്സിലാവും V is equal to P sin omega t. The equation current I is equal to Im sin omega t. Okay. So രണ്ടും എന്താണ്? സെയിം ഫേസിലാണുള്ളത് അല്ലെ? ഒമേഗ ടി തന്നെയാണ്, ഷിഫ്റ്റിംഗ് ഇല്ല, ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. സോ വോൾട്ടേജ് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും നമ്മൾ ഡ്രോ ചെയ്യുന്ന വേവ് ഫോം. ഫസ്റ്റ് അതിൽ വോൾട്ടേജ് വേവ് ഫോം, വേവ് ഫോം വരക്കാം. വോൾട്ടേജ് വേവ് ഫോം പീക്ക് വാല്യൂ എത്തുന്ന അതേ പോയിന്റിൽ തന്നെയാണ് കറണ്ട് വേവ് ഫോം അതിന്റെ പീക്ക് വാല്യൂ എത്തുന്നത്. വോൾട്ടേജ് വേവ് ഫോം 0 എത്തുന്ന അതേ പോയിന്റിലാണ് കറണ്ട് വേവ് ഫോം 0 എത്തുന്നത്. രീതിയിലാണ് വേവ് ഫോം വരിക. ഓക്കെ, രണ്ടും എന്താണ്? ഇൻ ഫേസ് ആണ്. ഓക്കെ, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? Pm സൈൻ ഒമേഗ ടി ആൻഡ് കറണ്ട് ആണെങ്കിൽ I സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പൊ അതിന്റെ ഫേസർ എങ്ങനെ? ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ മാഗ്നിറ്റ്യൂഡിലെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, വി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് കുറച്ചുകൂടി കൂടുതലാണ്. വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഹയർ ദാൻ കറണ്ട് മാഗ്നിറ്റ്യൂഡ് ആണ്. ബട്ട് വേവ് ഫോം വരയ്ക്കാൻ മാഗ്നിറ്റ്യൂഡ് കുറച്ച് ലോവർ ആയിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, സോ ഇനി അത് ഫേസർ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വോൾട്ടേജ് ഫോമിന്റെ ഡയഗ്രം വരച്ചു. ഓക്കെ, വി ആർ റെപ്രസെന്റ് ചെയ്തു. അത് എക്സാക്ട് ആണ്. വി ഹാവ് ടു ഡ്രോ ദ ഫേസർ കറണ്ട് വേവ് ഫോം. ഓക്കെ, അതെന്താണ്? ഇൻ ഫേസ് തന്നെയാണ് വരയ്ക്കേണ്ടത് അല്ലേ? രണ്ടും ഇൻ ഫേസ് ആണ്. സോ ഇൻ ഫേസ് തന്നെ വരയ്ക്കുക. ബട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്തിട്ട് വയ്ക്കാം. വി ആറിലും കുറവായിരിക്കണം ഐ ആറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ അതിന്റെ വേവ് ഫോമും വരയ്ക്കണം, ഫേസറും വരയ്ക്കണം. Okay, and then from the equation 1 and 2, it is clear that there is no phase difference between applied voltage and current flowing through a pure resistive circuit. അല്ലേ? Equation നമുക്ക് മനസ്സിലാവും. There is no phase difference between the voltage and current. Voltage applied and the current flowing through a pure resistive circuit. Okay, that is phase angle between the voltage and the current is 0. Okay, so കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആംഗിൾ എന്താണ്? 0 ആണ്. Okay, and hence in an AC circuit containing pure resistance, current in the phase with the voltage. Okay, അതുകൊണ്ട് എന്താണ്? ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള AC സർക്യൂട്ടിൽ കറണ്ട് എന്താണ്? വോൾട്ടേജിന്റെ അതേ ഫേസിലാണ് വരുന്നത്. ഓക്കെ, സോ അതാണ് അനാലിസിസ് ഓഫ് റെസിസ്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ സർക്യൂട്ട് വരയ്ക്കുക. അതിൽ ഓൺലി റെസിസ്റ്റീവ് കോമ്പണന്റ് മാത്രം കാണിക്കുക. ആൻഡ് യു ഷുഡ് ഡ്രോ ആൻ AC വോൾട്ടേജ് സോഴ്സ് ഓൾസോ. ഓക്കെ, സോ ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ആ എക്സ്പ്രഷൻ ഫോർ അപ്ഡേറ്റ്. Then from that to derive equation for current waveform, that is I is equal to V by R by using Ohm's law. Okay, so instead of V, we are substituting Vm sin omega. Okay, get I is equal to Vm by R in sin omega t. We are taking the value V by R capital I n. Substituting that value. So this okay, this is the value. അത് നോക്കിയിട്ടാണ് നമ്മൾ വേവ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഓക്കെ, ദർ ഇസ് നോ അപ്ഡേറ്റ് വോൾട്ടേജ് വെക്ടറിന്റെ ഫേസിൽ തന്നെയാണ് കറണ്ട് വെക്ടറിന് വരിക. ബട്ട് മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആവും. ഓക്കെ, ഇതാണ് പ്യുവർലി അതുപോലെ DM ലിക്വിഡ് വേവ് ഫോം വരയ്ക്കാം. അല്ലേ?
ക്ലിയർ അല്ലേ? അനാലിസിസ് ഓഫ് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ക്ലിയർ അല്ലേ? ഹലോ, am I audible? Yes. Then ഒരു പോയിന്റ് ഉള്ളത്, പവർ ഈസ് ഓൾവേസ് പോസിറ്റീവ് വിച്ച് ഫ്ലോസ് ഫ്രം സോഴ്സ് ടു റെസിസ്റ്റർ. ഓക്കെ, ആ രീതിയിലായിരിക്കും പവർ ഫ്ലോ ഉണ്ടാകുക. ഓക്കെ, റെസിസ്റ്ററിന് അക്രോസ് എന്ത് ചെയ്യും, ഒരു പവർ ഡെസിപ്പേഷൻ ഉണ്ടാകും. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. സോ എന്താണ്, സർക്യൂട്ടിൽ ഒരു ഡിഫറൻസ് മാത്രമേ വരൂ. ഇൻസ്റ്റെഡ് ഓഫ് റെസിസ്റ്റീവ് എലമെന്റ് ഹിയർ വി ഹാവ് ടു ഡ്രോ ദ ഇൻഡക്റ്റീവ് എലമെന്റ്. ഓക്കെ, സെയിം സർക്യൂട്ടാണ്, അതിൽ റെസിസ്റ്റൻസ് പകരം എന്ത് ചെയ്യുക, ഇൻഡക്റ്റൻസ് വരയ്ക്കുക. Okay, then we have to write the equation for voltage, that is V is equal to Vm sin omega t. Similar ആണ്. Okay, but what is the equation for current? I is equal to Im sin omega t minus pi by 2. Okay, നമ്മൾ മുന്നേ ഫേസ് ഡിഫറൻസിൽ പറഞ്ഞിരുന്നു, ഇൻ ദ കേസ് ഓഫ് ഇൻഡക്റ്റൻസ് എന്താണ്, അതിൻ്റെ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് അല്ലേ? ഇൻഡക്റ്റൻസിന്റെ കേസിൽ എന്താണ്, കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യും ബൈ എൻ ആംഗിൾ പൈ ബൈ 2. ഓക്കെ, സോ ലാഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് വന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, സോ അതിന്റെ ഡെറിവേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി, അത് നമുക്കറിയാം. ഇനി വി ഹാവ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ കറണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ആ ഡെറിവേഷനാണ് പറയുന്നത്, അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ പോർഷൻസിന് പ്രീവിയസ് ഇയർ സ്റ്റുഡൻസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് നീറ്റായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് വരച്ചു, പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് വരച്ചു. ദെൻ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ മുന്നേ പഠിച്ചതാണ്. എന്താണ് ഇൻഡക്റ്റൻസിന്റെ കേസിൽ, എന്താണ് ഇൻഡക്റ്റൻസിന്റെ കേസിൽ നമ്മൾ അതിനൊരു അക്രോസ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെ വി ക്യാൻ റൈറ്റ് ബൈ യൂസിങ് an equation E is equal to L into di by dt. Okay, so when an AC voltage applied across an inductor, an alternating field, അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫീൽഡ് ഉണ്ടാവും അല്ലെ? ഒരു എ സി വോൾട്ടേജ് ആണ് ഇൻഡക്ടറിന് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, which is created, and due to this field a self-induced EMF will set up in the inductor. Okay, due to that alternating magnetic field, a self-induced EMF will set up in the inductor. This will oppose the applied voltage. Okay, this will oppose the applied voltage, and the self-induced EMF can be written as E is equal to L into di by dt. Okay, ഈ ഇക്വേഷൻ നമുക്ക് അറിയാം, E is equal to L into di by dt. നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ആണ്. സോ നൗ വി ഹാവ് ടു ഡിറൈവ് ഇക്വേഷൻ ഫോർ I ഫ്രം ദിസ് ഇക്വേഷൻ. ഇവിടെ എന്താണ്, E is equal to L into di by dt ആണ്. സോ ഇക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, V എഴുതാം അല്ലെ? വോൾട്ടേജ് ആണ്. V is equal to L into di by dt. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് I is equal to എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഐയുടെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം, ഫസ്റ്റ് വി ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ. ഓക്കെ, ആൻഡ് ഫൈനലി ഐ ഈസ് ഈക്വൽ ടു വാട്ട്, ഡി ഐ ഈസ് ഈക്വൽ ടു വാട്ട്, ഡി ഐ ഈസ് ഈക്വൽ ടു വി ഡി ടി ബൈ എൽ. Okay, then I is equal to differential of I is equal to V into dt by L ആണ്. Then what is I? ആ ടേമിന്റെ മൊത്തം ഇന്റഗ്രൽ എടുത്താൽ മതി അല്ലേ? ഇന്റഗ്രൽ ഓഫ് V by L into dt. അതിൽ L എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. സോ I is equal to 1 by L into integral of V dt. Okay, so Iക്ക് നമുക്ക് എങ്ങനെ എഴുതാം, I is equal to 1 by L into integral of V dt. ക്ലിയർ ആയിട്ടുണ്ടോ? ആ ഇക്വേഷനാണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. I is equal to 1 by L into integral of V t.
അത് വന്നത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യോ? നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ക്ലിയർ ആണോ? നമ്മളിപ്പോൾ ചെയ്യുന്നത് അനാലിസിസ് ഓഫ് എ പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. ഓക്കെ, അപ്പം അതിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആ സർക്യൂട്ട് വരയ്ക്കുക. ദെൻ നമുക്ക് അതിൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ വേണം, കറണ്ടിന്റെ ഇക്വേഷൻ വേണം. ഓക്കെ, വോൾട്ടേജിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, ദാറ്റ് ഇസ് V = Vm sin omega t ആണ്. ദെൻ നമുക്ക് കറണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഓംസ് ലോ വെച്ചിട്ടൊന്നും അത് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യാം? ഇൻഡക്ടർ ആണ്, ഇവിടെ ഇൻഡക്ടർ ആണ് ഉള്ളത്. അപ്പം നമ്മൾ ഇൻഡക്ടറിന് അക്രോസ് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഇൻഡക്ടർ കൂടെ ഒരു AC കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് അറിയുന്ന ഒരു ഫിനോമിനലാണ്. അപ്പം അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഇൻഡക്ടറിൽ എന്ത് ചെയ്യും? ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFനെ നമ്മൾ എഴുതി P = L × di/dt. ഇതാണ് അങ്ങനെ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ. എന്ന് എഴുതുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും V ആൻഡ് I റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ നമുക്ക് ഇതിൽ നിന്ന് I = എന്നുള്ളൊരു ഫോമിലേക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിനോമിനേറ്റർ ലെഫ്റ്റ് ഹാൻഡിലേക്ക് പോയി V × dt = L × di എന്ന് വരും. ഓക്കെ, ദെൻ di = വാട്ട്? L into di = V × dt ഡിവൈഡ് ബൈ ഈ L എന്ത് ചെയ്യും? ഈ ഡിനോമിനേറ്ററിലേക്ക് വരും. സോ ഡിവൈഡ് ബൈ L. ആക്ച്വലി നമുക്ക് വേണ്ടത് I = ആണ്. നമുക്കിപ്പോൾ DI ആണ് കിട്ടിയിരിക്കുന്നത്. സോ I = കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ ഓഫ് V × dt ബൈ L. ഓക്കെ, സോ I = L എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, സെൽഫ് ഇൻഡക്റ്റൻസ് ആണത്. ഓക്കെ, സോ അത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. സോ 1/L × ഇന്റഗ്രൽ V dt. I = 1/L × ഇന്റഗ്രൽ V dt. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഇത്ര വരെയുള്ള സ്റ്റെപ്പ് ഓക്കെ ആണോ? യെസ്, ഞാൻ എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് ഓൾറെഡി അറിയാം വാല്യൂ ഫോർ V എന്താണ്? V = Vm sin omega t ആണെന്ന് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ I = 1/L × ഇന്റഗ്രൽ ഇൻസ്റ്റെഡ് ഓഫ് V എന്ത് എഴുതണം? Vm sin omega t dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/L × Vm. ഹിയർ Vm എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. Vm/L × ഇന്റഗ്രൽ sin omega t × dt. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് sin omega, integral sin omega t? What is integral sin omega t? അല്ലെങ്കിൽ what is integral sin theta? മൈനസ് കോസ് തീറ്റ ആണ് അല്ലേ? സോ Vm/L × മൈനസ് കോസ് തീറ്റ ഇവിടെ വിത്ത് ഓക്കെ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? വി ആർ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗ ടി ആണെങ്കിൽ മൈനസ് കോസ് ഒമേഗ ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മൾ ഡി ടി വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ മൈനസ് കോസ് ഒമേഗ ടി ഇൻറ്റു ടിയുടെ കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ വരും. സോ ടിയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ? ഒമേഗയാണ്. സോ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. ഓക്കെ, അത് വരും. ദെൻ നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്താൽ Vm/L ഒമേഗ മൈനസ് പുറത്തെടുക്കുക, കോസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, ഇത്ര സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? ഓക്കെ, സോ ഞാനിപ്പോൾ എഴുതിയ സ്റ്റെപ്പ് ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓൾറെഡി ഇവരുണ്ട്, നമുക്ക് പഠിക്കാൻ അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? I = മൈനസ് Vm/ωL × കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കതിനെ സൈനിൻ്റെ ടേമിലേക്ക് കൊണ്ടുവരണം. ബിക്കോസ് നമ്മൾ വോൾട്ടേജ് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് Vm sin omega t ആണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോസ് ഒമേഗ ടീനെ സൈനിന്റെ ടേമിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? മൈനസ് ബി എം ബൈ ഒമേഗ എൽ ഇൻറ്റു സൈൻ 90 മൈനസ് ഒമേഗ. സൈൻ 90 മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. കോസ് ഒമേഗ ടി ഈക്വൽ ടു സൈൻ 90 മൈനസ് ഒമേഗ ടി ആണ്. ഓക്കെ, കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് ഒമേഗ ടി ആണ്. അതൊരു ഇക്വേഷൻ ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് കോസ് ഒമേഗ ടി വി ക്യാൻ റൈറ്റ് സൈൻ 90 മൈനസ് ഒമേഗ ടി. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ആക്ച്വലി നമുക്ക് എന്ത് വേണം? ഒമേഗ ടി മൈനസ് 90 എന്നുള്ള ഫോമിലാണ് വേണ്ടത്. ഓക്കെ, സൈൻ തീറ്റ മൈനസ് ആ ഒരു ഫേസ് ഡിഫറൻസ്, ആ രീതിയിലാണ് നമ്മൾ നോർമലി എഴുതുക. സ്റ്റാൻഡേർഡ് ഫോം അങ്ങനെയാണ്. സോ ഈ സൈൻ 90 മൈനസ് ഒമേഗ ടി എന്നുള്ളതിനെ മാറ്റിയിട്ട് സൈൻ ഒമേഗ ടി മൈനസ് 90 എന്ന് എഴുതുമ്പോൾ ഇവിടെ ഒരു സൈൻ എക്സ്ട്രാ വരും, നെഗറ്റീവ് സൈൻ എക്സ്ട്രാ വരും. സോ ഈ രണ്ട് നെഗറ്റീവ് സൈനും കൂടി ക്യാൻസൽ ചെയ്തിട്ട് വി ക്യാൻ റൈറ്റ് വി എം ബൈ ഒമേഗ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 90. ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് നോക്കിയാൽ മതി. ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? സൈൻ 90 മൈനസ് ഒമേഗ ടി ആണ്. സോ അതിനെ റീഅറേഞ്ച് ചെയ്ത് സൈൻ ഒമേഗ ടി മൈനസ് 90 ആക്കുന്ന സമയത്ത് ഇവിടെ ഒരു എക്സ്ട്രാ നെഗറ്റീവ് സൈൻ വരും. സോ ഈ നെഗറ്റീവ് സൈനും ഓൾറെഡി ഉള്ള നെഗറ്റീവ് സൈനും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. Can write I is equal to Vm by omega L into sin omega t minus 90. Clear or no? ക്ലിയർ ആണോ? അതൊക്കെ മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കുന്ന ടൂൾസ് ആണ്. ഓക്കെ, സോ ഹിയർ നമുക്കത് കിട്ടി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ്? വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി എം ബൈ ഒമേഗ എൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ എം. ഓക്കെ, വി എം ബൈ ഒമേഗ എല്ലിന് പകരം നമ്മൾ നേരത്തെ വി എം ബൈ ആറിന് പകരമായിരുന്നു ക്യാപിറ്റൽ ഐ എം എടുത്തത്. ഇപ്പോൾ വി എം ബൈ ഒമേഗ എൽ എന്നുള്ള ടേമിന് പകരം വി ആർ ടേക്കിംഗ് ക്യാപിറ്റൽ ഐ എം. സോ ഐ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി. So this is the expression for current in a purely inductive circuit, purely inductive AC circuit. Okay, so I is equal to I minus sin omega t minus 90 degree. Phase shift vannu. So here we can say that, or we can conclude that the current waveform, or its current is 90 degree lagging behind voltage waveform. Okay. കറണ്ട് ഒരു പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ കറണ്ട് എന്താണ്? വോൾട്ടേജിനെ ലാഗ് ചെയ്യും ബൈ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഓക്കെ, ആൻഡ് ഓൾസോ ഹിയർ ഐ എം എന്ന് പറയുന്നത് വി എം ബൈ ഒമേഗ എൽ എന്ന് എഴുതി അല്ലേ? ഐ എം എന്ന് പറയുന്നത് വി എം ബൈ ഒമേഗ എൽ എന്ന് എഴുതി. ആൻഡ് ഹിയർ ഒമേഗ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഈസ് ദ റിയാക്റ്റൻസ് എക്സ് എൽ. നമ്മൾ നേരത്തെ എക്സ്പ്രഷനിൽ നോക്കിയേ, നേരത്തെയുള്ള എക്സ്പ്രഷനിൽ ഐ എം ഇസ് ഈക്വൽ വി എം ബൈ ആർ എന്ന് എഴുതി അല്ലേ? സോ ഇവിടെ ആർ ഉള്ളതിന് പകരം ഈ എക്സ്പ്രഷനിൽ എന്താണുള്ളത്? ഡിനോമിനേറ്ററിൽ ഒമേഗ എൽ ആണ് ഉള്ളത് അല്ലേ? അപ്പൊ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇംപെഡൻസിന്റെ കേസിൽ പറഞ്ഞു, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഇൻഡക്റ്റൻസ് ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാ പറയാ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാ പറയാ, റെപ്രസെന്റിങ് എക്സ് എൽ. ഓക്കെ, സോ ഇവിടെ ആറിന് പകരം എക്സ് എൽ ആണുള്ളത്. എക്സ് എല്ലിന്റെ അടുത്ത് എന്താണ് വാല്യൂ ഉള്ളത്? എക്സ് എൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ. Okay, and what is the value of omega? 2 pi f. നമുക്ക് അറിയുന്നതാണ് അല്ലേ? So xl equal to 2 pi f into L. This is another equation. Clear ആണോ? ഡെറിവേഷൻ ഓക്കെ ആണോ? ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? ആകർഷ് ക്ലിയർ ആണോ? ടൈഫൽ ഓക്കെ, ഞാൻ പേര് വിളിക്കുന്നവർ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർക്ക് എങ്ങനെ? ക്ലിയർ ആണോ? ആക്ച്വലി ഡെറിവേഷൻ സിമ്പിൾ ആണ്. നമ്മൾ ടൂൾസ്, മാത്തമാറ്റിക്കൽ ടൂൾസ് ഒക്കെ ഒന്ന് ബേസിക്സ് ഒക്കെ നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ സിമ്പിൾ ആണ്. ഓക്കെ, അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് അപ്പം തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ടേംസ് ആണ്.
ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ വോൾട്ടേജ് കറണ്ട് വേവ് ഫോം ഈസ് ലാഗിങ് ബൈ ദ വോൾട്ടേജ് വേവ് ഫോം ബൈ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡെറിവേഷനാണ് ചെയ്യേണ്ടത്. ബി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി അറിഞ്ഞു, ആൻഡ് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി എന്നുള്ളത് നിങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ അത് പ്രൂഫായി അല്ലേ? ലാഗിങ് ബിഹൈൻഡ് 90 ഡിഗ്രി നമുക്ക് പ്രൂഫായി. പിന്നെ അതിൽ നമുക്ക് എക്സലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. വി എം ബൈ ആർ എന്നുള്ളതിന് പകരം ഇവിടെ ഒമേഗ എൽ ആണുള്ളത്. സോ ഇറ്റ് ഈസ് ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ. ഓക്കെ, സോ എക്സൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ, ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഒമേഗ വി ക്യാൻ റൈറ്റ് 2 pi f. So xl is equal to 2 pi fl. Okay, so this is the derivation, and here is the waveform. Okay, voltage waveform 0 സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ വരച്ചിട്ടുണ്ട്. ബട്ട് കറണ്ട് വേവ്ഫോം നോക്കിയേ, സ്റ്റാർട്ട് ചെയ്യുന്നത് π/2ലാണ്. ഓക്കെ, റെസിസ്റ്റീവിന്റെ കേസിലാണെങ്കിൽ വോൾട്ടേജ് വേവ്ഫോം ആൻഡ് കറണ്ട് വേവ്ഫോം ആർ ഇൻ ഫേസ്. ഓക്കെ, ബട്ട് ഇവിടെ എന്താണ്? വോൾട്ടേജ് വേവ്ഫോം 0 സ്റ്റാർട്ട് ചെയ്തു, ബട്ട് കറണ്ട് വേവ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു π/2 ഫേസ് ഡിഫറൻസ് കഴിഞ്ഞിട്ടാണ് കറണ്ട് വേവ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വോൾട്ടേജിന്റെ പീക്ക് എത്തുന്ന സമയത്ത് കറണ്ട് സ്റ്റാർട്ട് ചെയ്തു, ഇനി വോൾട്ടേജ് 0 ക്രോസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് മാക്സിമം എത്തി. ദെൻ വോൾട്ടേജ് നെഗറ്റീവ് പീക്ക് എത്തുന്ന സമയത്ത് കറണ്ട് 0 ക്രോസ് ചെയ്തു. ദെൻ വോൾട്ടേജ് അഗൈൻ 0 എത്തുമ്പോൾ കറണ്ട് നെഗറ്റീവ് പീക്ക് എത്തി. ഓക്കെ, ആ രീതിയിലാണ് ആ വേവ് ഫോം വരുന്നത്. സോ എങ്ങനെ ഫേസർ ഡയഗ്രാം വരക്കാം? ഫേസർ ഡയഗ്രാം ഇഫ് യു ആർ ടേക്കിംഗ് കറണ്ട് ആസ് റെഫറൻസ്, കറണ്ട് റെഫറൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് ആക്സിൽ കറണ്ട് വരക്കും. ദെൻ എന്താണ്? അതിനൊരു 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടാണ് വോൾട്ടേജ് വരക്കേണ്ടത്, അല്ലെങ്കിൽ വോൾട്ടേജിന് ലാഗ് ചെയ്തിട്ടാണ് കറണ്ട് വരക്കേണ്ടത്. ഓക്കെ, സോ എന്താണ്? ഇവിടെ 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടാണ് വോൾട്ടേജ് വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ വോൾട്ടേജ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എത്രയാണ്? 90 ഡിഗ്രി ആണ്. Okay, so this is the point. The current in the pure inductive AC circuit lag the voltage by 90 degrees. Okay, the current in the pure inductive AC circuit lag the voltage by 90 degrees. Okay, so ഇതാണ് purely capacitive, purely inductive AC circuit in the analysis. So first of all, we should draw the circuit, then write the expression for voltage, then we have to derive the expression for current. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. ഇൻഡക്റ്റീവ് ആണെങ്കിൽ എപ്പോഴും ഐ എം സൈൻ ഒമേഗ ടി മൈനസ് π/2 ആയിരിക്കും. അതാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, consider the inductance, and if you are applying an AC supply to the inductor, then there is a rotating magnetic field is created. Okay, due to that rotating magnetic field, a self-induced EMF is built up in the inductor, and it is represented by using an equation V is equal to L into di by dt. Okay, from that equation we have to derive the equation for current waveform I. Okay, first of all എന്ത് ചെയ്യുക? ആ കിട്ടിയിരിക്കുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് I is equal to എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരിക. ദെൻ അതിനെ ഡെറൈവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? I is equal to I m sin omega t minus 90 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ദെൻ അതിൽ എക്സലിൻ്റെ എക്സ്പ്രഷൻ കൂടി എഴുതാം. എക്സൽ equal to 2 pi fl. Then we have to draw the waveform and phasor diagram. ഇതൊക്കെ മസ്റ്റായിട്ട് വരക്കണം. ജസ്റ്റ് ഡെറൈവ് ചെയ്താൽ മാത്രം പോരാ. യു ഷുഡ് ഡ്രോ ദ വേവ് ഫോം, യു ഷുഡ് ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം, യു ഷുഡ് ഡ്രോ ദ ഫേസർ ഡയഗ്രാം. ഓക്കെ, അതിനൊക്കെ സെപ്പറേറ്റ് മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം അനാലിസിസ് ഓഫ് പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ്? ഓക്കെ അല്ലേ? പ്ലീസ് റെസ്പോണ്ട്. Okay, so inductive circuit also finished. Then we have to consider the pure capacitive circuit. Okay, next എന്താണ്? Pure capacitive circuit, purely capacitive AC circuit. Okay, so here എന്ത് ചെയ്യണം? സർക്യൂട്ട് ഡയഗ്രാം സിമിലർ ആണ്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡക്ടർ വി ഹാവ് ടു ഡ്രോ ദ കപ്പാസിറ്റർ ഹിയർ. കപ്പാസിറ്റർ വരയ്ക്കുക. Okay, and first of all we have to write the expression for voltage, that is V is equal to Vm sin omega t, and then we have to derive the equation for current waveform. Okay,
that is I is equal to Im sin omega t plus pi by 2. ഇവിടെ എന്താണ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. എന്തുകൊണ്ടാണ്? ഇൻ എ കപ്പാസിറ്റീവ് സർക്യൂട്ട് ദ കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇതാണ് കഴിഞ്ഞ പ്രീവിയസ് സെമസ്റ്റർ സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി, അത് പ്രൂവ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിലുള്ള പവർ ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ഐ ഇസ് ഈക്വൽ ടു Im sin ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. സോ അതാണ് ഡെറൈവ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സർക്യൂട്ട് വരച്ചു. ദെൻ ഫോർ എ കപ്പാസിറ്റർ വി ക്യാൻ റൈറ്റ് ഐ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. Okay, current flowing through the capacitor I is equal to C into dV by dt. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കറണ്ടിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ I is equal to dV by C into dV by dt. അതിലെന്താണ് ഇൻസ്റ്റെഡ് ഓഫ് V നമുക്ക് എന്ത് എഴുതാം? I is equal to C into instead of V we can write Vm sin omega t divided by dt. Okay, and Vm എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. So C into Vm into d by dt of sin omega t. ഇതുപോലെ വരും എക്സ്പ്രഷൻ. Okay, then what is d by dt of sin omega t? That is cos omega t into omega. Okay, C into Vm into cos omega t into omega. അത് ശ്രദ്ധിക്കണേ, ഇൻറ്റു ഒമേഗ എഴുതണം. ബിക്കോസ് വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ്. ഡി ഒമേഗ ടി ആണെങ്കിൽ കോസ് ഒമേഗ ടി മാത്രമേ ഉള്ളൂ. വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആകുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് ടി വരും. അതെന്താണ്? ഒമേഗയാണ്. ഓക്കെ, സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വി എം ഇൻറ്റു സി ഇൻറ്റു എം ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പം കോസ് ഒമേഗ ടിനെ മാറ്റി സൈനിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ കോസ് ഒമേഗ ടിനെ ചേഞ്ച് ചെയ്യാൻ വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഒന്നുകിൽ നമുക്ക് സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ ടി എഴുതാം, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എഴുതാം. ഓക്കെ, സോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ വി എം ഇൻറ്റു സി ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഓക്കെ, സോ ഡെറിവേഷൻ്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതാം. I is equal to Vm into C into sorry, ഇത് ഒമേഗ ആണ്. ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഓക്കെ, സോ ഹിയർ ഈ വി എം ഇൻറ്റു സി ഇൻറ്റു ഒമേഗ ഉണ്ട്. അതിന് മാറ്റിയിട്ട് വി എം ഡിവൈഡ് ബൈ 1 ബൈ സി ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, ബിക്കോസ് ക്യാപിറ്റൽ ആയി എഴുതണമെങ്കിൽ വി ബൈ റിയാക്റ്റൻസ് എന്നുള്ള ഫോമിലേക്ക് വരണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് വി എം ഇൻറ്റു ഉള്ള ടേംസിനെ നമ്മൾ ഡിവൈഡഡ് ബൈ എടുക്കുന്നത്. സോ ഡിവൈഡഡ് ബൈ എടുക്കുമ്പോൾ 1 ബൈ സി ഒമേഗ ആകും. ഓക്കെ, ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഓക്കെ, സോ ഇനി ഇതിൽ നമുക്ക് എന്ത് എഴുതാം? ഫൈനൽ ഇക്വേഷൻ എഴുതാം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക. സ്മോൾ ഐ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2, where capital Im is equal to Vm by 1 by C omega. Okay, that is Vm by X means Vm by R എന്നുള്ളതിന് പകരം ഇവിടെ Vm by 1 by C omega എന്നുള്ളത്. So this is Vm by XC, where XC is the capacitive reactance. Okay, so XC is equal to what? XC ക്ക് വരെ എന്താ ഉള്ളത്? 1 by C omega ആണുള്ളത്. Okay, what is omega? 1 by 2 pi f. So 1 by 2 pi f C. Xc is equal to 1 by 2 pi fc. Okay, so this is a derivation for finding the current equation in a purely capacitive circuit. Okay, so here എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ കപ്പാസിറ്റീവ് സർക്യൂട്ട് വരച്ചു. ഇനി അതിവിടെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. I is equal to C into dV by dt ആണ്. ദെൻ അത് വെച്ചു. അതിൽ നിന്ന് വിക്ക് പകരം Vm sin ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. കോസ് ഒമേഗ ടിനെ മാറ്റി സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എഴുതി. ദെൻ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ദെൻ വി എം ഇൻറ്റു സി ഒമേഗനെ മാറ്റിയിട്ട് വി എം ബൈ 1 ബൈ സി ഒമേഗ എടുക്കുന്നു. ഓക്കെ, ബിക്കോസ് വി എം ബൈ എക്സ് സി എന്നുള്ള ഫോമിലേക്ക് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. വി എം ബൈ റിയാക്റ്റൻസ് എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വി എം ബൈ 1 ബൈ സി ഒമേഗ എന്നുള്ളത് ഇസ് ഈക്വൽ ടു ഐ എം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2.
where Xc is equal to 1 by omega c, that is 1 by 2 pi Fc. Okay, so this is the derivation for purely capacitive circuit. Okay, so here നിങ്ങൾ നോക്കിയ വേവ് ഫോം നോക്കുകയാണെങ്കിൽ വേവ് ഫോം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വോൾട്ടേജ് വേവ് ഫോമിന് ലീഡ് ചെയ്തിട്ടാണ് കറണ്ട് വേവ് ഫോം ഉള്ളത്. വോൾട്ടേജ് 0 ആകുന്ന സമയത്ത് കറണ്ട് വേവ് ഫോം മാക്സിമം എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടാണുള്ളത്. സോ ഫേസർ വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിൽ വി സി ആണ് എടുക്കുന്നത്, റെഫറൻസ് വി സി ആണെങ്കിൽ അതിനെ ലീഡ് ചെയ്തിട്ടാണ് കറണ്ട് ഉള്ളത്, നേരെ ഓപ്പോസിറ്റ്. Okay, so in the pure capacitive circuit, the current flowing through the capacitor IC leads the voltage VC by an angle 90 degree. So ഇതാണ് ഇതിന്റെ പോയിന്റ്. ഓക്കെ, സോ ഈ 3 ഡെറിവേഷൻ നിങ്ങൾ ഇന്നൊന്ന് നല്ല നീറ്റായിട്ട് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ തന്നെ എന്നോട് ചോദിക്കാം. ഓക്കെ, പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1 present, 2 മെയിൻ കൗണ്ട് ചെയ്തോളൂ. 3 2 present, 3